അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹിബീങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അറഫ നോമ്പിന്റെ മഹത്വത്തെ കുറിച്ചിട്ടും അതേപോലെ നോമ്പിന്റെ നിയ്യത്ത്, അങ്ങനെ കുറച്ച് അത്യാവശ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കേൾക്കാനായിട്ട് നോക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അറിവുകൾ കേൾക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ, ഇൻഷാ അല്ലാഹ്. 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന നോമ്പുണ്ട്. ആ നോമ്പാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ 9ന്റെ അന്ന്, അർഫ ദിനം എന്ന് പറയുന്ന ദുൽഹിജ്ജ 9ന്റെ അന്നാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം. നാം ഏത് നാട്ടുകാരാണോ ആ നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 2 വർഷത്തെ പാപങ്ങൾ പുറത്തു തരും എന്നതാണ്. പാപം എന്ന് പറഞ്ഞാൽ വലിയ പാപങ്ങൾ പൊറുക്കുമെന്നല്ല, ചെറിയ പാപങ്ങൾ പുറത്തു തരും എന്നതാണ്. വൻദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണമെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ചെറുദോഷങ്ങളെല്ലാം ഈ നോമ്പ് കൊണ്ട് അല്ലാഹു തആല പുറത്തു തരും എന്നതാണ്. ഇനി അഥവാ ഒരാൾക്ക് ചെറുദോഷങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അയാൾക്ക് നന്മകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നതാണ് ഈ നോമ്പ് കൊണ്ടുള്ള പ്രതിഫലം, മഹത്വം എന്ന് പറയുന്നത്. അത്രത്തോളം മഹത്വമുള്ള ഒരു നോമ്പാണ് അർഫ നോമ്പ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ നോമ്പ് പിടിക്കണം, ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് നോമ്പിന്റെ നിയ്യത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ദുൽഹിജ്ജ 8ന്റെ രാത്രി നിയ്യത്ത് ചെയ്യുക. അറഫ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോൽക്കാൻ കരുതി, അല്ലെങ്കിൽ ദുൽഹിജ്ജ സുന്നത്ത് നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോൽക്കാൻ കരുതി എന്ന് മനസ്സറിഞ്ഞ് നിയ്യത്ത് വച്ച ശേഷം നോമ്പ് അനുഷ്ഠിക്കുക. ഇങ്ങനെയാണ് നോമ്പിന്റെ നിയ്യത്ത് വെക്കേണ്ടത്. വലിയ മഹത്വമുള്ള നോമ്പാണ്. അതുകൊണ്ട് തന്നെ ആരും നഷ്ടപ്പെടുത്താണ്ട് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നോമ്പ് പിടിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് നോമ്പുകൾ പിടിക്കുവാനുമൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ.